അത് ഞാൻ ഇതൊക്കെ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ഞാൻ റിസർച്ച് ചെയ്തിട്ട് മീൻസ് ഗൂഗിളിൽ പോയി റിസർച്ച് ചെയ്ത് sunna.com ഒക്കെ പോയിട്ട് ഞാൻ ഓരോരോ പോയിന്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. പുതിയ പോയിന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുന്നതാണ്. അന്നേരം ഇതാണ് ഇസ്ലാം വിമർശകരുടെ യഥാർത്ഥ അവസ്ഥ. ശാസ്ത്രീയ അന്വേഷണങ്ങളെക്കുറിച്ചും യുക്തിചിന്തയെക്കുറിച്ചും വലിയ വാചകമടിക്കുന്ന ഇവർ 1400 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ദർശനത്തെ പഠിക്കുന്നത് ഏതെങ്കിലും ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, മറിച്ച് തങ്ങളുടെ മുൻവിധികൾക്കനുസരിച്ച് ഗൂഗിളിൽ തെരഞ്ഞെടുത്ത പോയിന്റുകൾ വെച്ചാണ്. ഇവർക്ക് സത്യം കണ്ടെത്തണമെന്നില്ല, ഇസ്ലാമിനെ പരിഹസിക്കാൻ എങ്ങനെയെങ്കിലും പുതിയ പോയിന്റുകൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രമാണ് ലക്ഷ്യം. ഇത്തരമൊരു ബാലിശമായ രീതിയെയാണ് ഈ പരിപാടിയുടെ അവതാരകനായ അയാൾ വളരെ ആസ്വദിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. മറ്റു വിഷയങ്ങളിൽ ശാസ്ത്രീയ തെളിവുകൾക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന ഇയാൾ ഇസ്ലാമിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഇത്തരം ഗൂഗിൾ തെരച്ചിൽ നിലവാരത്തിലുള്ള പഠനങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. ഇവിടെ ഇവർ പരിഹസിക്കുന്നത് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെയാണ്. ഇസ്ലാം സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഒരു കണ്ണും ഇതുവരെ കാണാത്ത, ഒരു കാതും ഇതുവരെ കേൾക്കാത്ത, ഒരു മനുഷ്യന്റെയും സങ്കല്പങ്ങൾക്ക് എത്താൻ കഴിയാത്തത്ര മഹത്തായ സുഖാനുഭൂതികളുടെ ലോകമാണതെന്നാണ്. വിശുദ്ധ ഖുർആനിലെ മുഹമ്മദ് എന്ന അധ്യായം അഥവാ സൂറത്ത് മുഹമ്മദ് 47 അധ്യായം 15 വചനത്തിൽ അല്ലാഹു പറയുന്നു, സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൽ പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട്, രുചിഭേദം വരാത്ത പാലിന്റെ അരുവികളും, കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിന്റെ അരുവികളും, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളുമുണ്ട് എന്ന്. സ്വർഗത്തിലെ മദ്യം ഭൂമിയിലേതുപോലെ ലഹരിയോ തലവേദനയോ ഉണ്ടാക്കുന്നതല്ല എന്ന് ഖുർആൻ തന്നെ മറ്റൊരു ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ പരിശുദ്ധരായ ഇണകളുണ്ട്. പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇണകളെയും അവരാഗ്രഹിക്കുന്നതെന്തും അവിടെ ലഭിക്കും. അത് നീതിയുടെയും സമാധാനത്തിന്റെയും അനന്തമായ ലോകമാണ്. ഇനി ഈ പരിഹസിക്കുന്ന സ്വതന്ത്ര ചിന്തകരുടെ ലോകത്തേക്ക് നോക്കുക. സ്വർഗത്തിലെ പ്രതിഫലങ്ങളെ ഇവർ പരിഹസിക്കുമ്പോൾ ഇവരുടെ ആശയത്തിൽ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമോ ലക്ഷ്യമോ ഉണ്ടോ? നന്മ ചെയ്യുന്നവനും ലോകം കണ്ട ഏറ്റവും വലിയ കൊടും ക്രൂരനും ഇവരുടെ കാഴ്ചപ്പാടിൽ അവസാനം വെറും മണ്ണായി മാറുന്നു. ഇവർക്ക് ഒടുവിൽ ഒരു നീതിയും നടപ്പിലാക്കാനില്ല, ആർക്കും ഒരു പ്രതിഫലവും നൽകാനില്ല. ലക്ഷ്യമില്ലാതെ ആകസ്മികമായി ഉണ്ടായി ഒടുവിൽ ഒന്നുമില്ലായ്മയിലേക്ക് പോകുന്ന അർത്ഥശൂന്യമായ ഒരു ജീവിതത്തെ വിശ്വസിക്കുന്നവരാണ് സ്രഷ്ടാവ് ഒരുക്കിവെച്ച അനന്തമായ നീതിയുടെയും സമാധാനത്തിന്റെയും സ്വർഗീയ ലോകത്തെ ഗൂഗിളിൽ തപ്പി പരിഹസിക്കാൻ വരുന്നത്. തികഞ്ഞ ആശയശൂന്യതയിൽ ജീവിക്കുന്ന ഈ ഇസ്ലാം വിമർശകർക്ക് യഥാർത്ഥത്തിൽ സ്വന്തം ലോകവീക്ഷണത്തിലെ പൊള്ളത്തരം മറച്ചുവെക്കാനുള്ള ഒരു വെപ്രാളം മാത്രമാണ് ഇത്തരം പരിഹാസങ്ങളിലൂടെ പുറത്തുവരുന്നത്.